ദിനംപ്രതി 1000-ലേറെ രോഗികൾ ആശ്രയിച്ചിരുന്ന പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ ഇന്നത്തെ അവസ്ഥയാണിത്. പ്രസവ ശസ്ത്രക്രിയയുടെ രംഗങ്ങൾ ഡോക്ടർമാർ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതായി ദിവസങ്ങൾക്ക് മുമ്പ് വാർത്ത വന്നതിനെ തുടർന്നാണ് ആശുപത്രി ഇങ്ങനെയായത്. മാസം തികയാത്ത 3 കുട്ടികളെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളാണ് വിവാദമായത്. ചില മാധ്യമങ്ങൾ ഇതിനെ പ്രസവ ദൃശ്യം എന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ഒരു റയറായിട്ടുള്ള ഒരു സിസേറിയൻ ഓപ്പറേഷനാണ്. 3 കുട്ടികളെ പുറത്തെടുക്കുന്ന സ്റ്റിൽ ഫോട്ടോ ആണ് എടുത്തത്. വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചത് അതിൻ്റെ കൂടെ ഇവിടുന്ന് എടുക്കാത്ത സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. മാസത്തിൽ 100-ലധികം പ്രസവങ്ങൾ നടന്നിരുന്ന ഗൈനക്കോളജി വിഭാഗത്തിൽ ഇപ്പോൾ ഒരാൾ പോലുമില്ല. സംഭവത്തിൽ അനസ്തീഷ്യനെ സസ്പെൻഡ് ചെയ്തതോടെ ശസ്ത്രക്രിയ മുടങ്ങി. പയ്യന്നൂരിലെ ചില സ്വകാര്യ ആശുപത്രികളാണ് താലൂക്ക് ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നന്നായി പ്രവർത്തിക്കുന്ന, ഏറ്റവും വൃത്തിയും ശുചിത്വമുള്ള, നല്ല ഡോക്ടർമാരുള്ള, നല്ല നഴ്സുമാരുള്ള ഒരു ആശുപത്രിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പയ്യന്നൂർ ഗവൺമെൻറ് ആശുപത്രി. അതുകൊണ്ട് തന്നെ ആശുപത്രിക്ക് നേരത്തെ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്വകാര്യ ലോബി, സ്വകാര്യ ആശുപത്രികൾക്ക് യഥാർത്ഥത്തിൽ ഒരു കണ്ണുകടിയുണ്ട്. അത് നിഷേധിക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ്. ആയിരങ്ങൾ വരുന്ന ഈ ആശുപത്രി ഇന്ന് തീർത്തും വിജനമായിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നല്ലവരായ ഇവിടെ നഷ്ടപ്പെട്ട ഡോക്ടർമാരെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താനുള്ളത്. ഡോക്ടർമാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും അടിസ്ഥാനരഹിതമായ പ്രചാരണം നടത്തുന്ന കേന്ദ്രങ്ങളെ പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. മീഡിയ 1 കണ്ണൂർ.